വീഡിയോസിലേക്ക് സ്വാഗതം. ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർടേക്കർ. 10ാം ദിവസമാണ് ഇന്ന് ഞായറാഴ്ച. പവിയേട്ടൻ്റെ ദിവസമാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം. ഒരുപാട് പേർ ഈ ഒരു സിനിമയുടെ കളക്ഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നറിയാം. എന്താണേലും ഇന്നലെ സിനിമയ്ക്ക് ലഭ്യമായ കണക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം 21 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു എന്നുള്ളതാണ്. അതായത് ഏകദേശം 30-35 ലക്ഷം രൂപയോളം കേരള തിയേറ്ററുകളിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം വരെ സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തി. 8.5 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി പുറത്തു വരുന്ന വിവരങ്ങൾ. എന്താണേലും ഇവിടെ കേരളത്തിൽ നിന്ന് 6 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. സിനിമ ആദ്യ ദിനങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളേക്കാൾ മുകളിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് ദിലീപ് സിനിമകൾക്ക് ഫാമിലി ഓഡിയൻസ്, കുട്ടികളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതിന് വീണ്ടും ഒരു തെളിവ് തന്നെയാണ്. പിന്നീട് ഇപ്പോൾ 2 വമ്പൻ സിനിമകൾ വന്നെങ്കിലും ഈ സിനിമയോടൊപ്പം നിൽക്കുമ്പോൾ ഈ സിനിമ തന്നെ മികച്ചതായി വരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഈ സിനിമ അതിഗംഭീരമാണെന്നോ ഏറ്റവും സൂപ്പറാണെന്നോ ഒന്നുമില്ല, ഒരു ആവറേജ് മൂവി എന്ന് തന്നെ പറയാനുള്ളൂ. സിനിമ ദിലീപിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ലെവലിൽ ഇഷ്ടപ്പെടും ഈ സിനിമ, അത്ര തന്നെ ഉള്ളൂ എന്ന് പറയാം. എന്താണേലും 10ാം ദിവസത്തെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നലത്തേക്കാളും 100% മുകളിലേക്ക് കളക്ഷൻ. അത് എന്താണെങ്കിലും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. വേറൊന്നുമല്ല, 166 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 27% മുകളിൽ ഒക്യുപ്പൻസി വരികയും ഇന്നൊരു ഹൗസ്ഫുൾ ഷോസും 7ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും ഇതുവരെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഷോസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡബിളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അതായത് ഇതുവരെ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ പറയുന്നത് 14 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഈവനിങ് 30 ലക്ഷം രൂപ, 28-30 ലക്ഷം രൂപയിലേക്ക് വരും എന്നുള്ളതാണ്. ഇന്നലെ ഇതേ സമയം 6.5 ലക്ഷം രൂപ മാത്രമായിരുന്നു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നലെ ഇതേ സമയം 6.5 ലക്ഷം രൂപയുണ്ടായിരുന്ന സിനിമ ഫൈനലി 21 ലക്ഷം രൂപയിലേക്ക് വരുമ്പോഴത്തേക്ക് എത്രത്തോളം വരും? ഇപ്പോൾ 13 ആണെങ്കിൽ ഏകദേശം അതിൻ്റെ നേരെ എത്രത്തോളം വരുമെന്നുള്ളത് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് പവിയേട്ടൻ്റെ ദിനം തന്നെയാണ്. ഞായറാഴ്ച വലിയ ഒരു നല്ല ദിവസമായി മാറുന്നു. അത് അങ്ങ് ഭയങ്കര കളക്ഷൻ ഒന്നുമല്ല. അതായത് 40 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലേക്ക് ഇന്ന് കളക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല കളക്ഷൻ തന്നെയാണ്. കാരണം ആദ്യ ദിനങ്ങളിൽ ഒരുപാട് ഡീഗ്രഡേഷൻ ഉണ്ടാവുകയും പ്രത്യേകിച്ച് ദിലീപ് എന്ന വ്യക്തിയെ കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ദിലീപ് എന്ന വ്യക്തിയെ അല്ല നമ്മൾ കാണുന്നത്, ദിലീപ് എന്ന നടനെ മാത്രമാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളുണ്ടാവാം, അതൊന്നും നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ഒരു വ്യക്തി ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. നടൻ എന്ന നിലയിൽ, സിനിമ എന്നുള്ള ലെവലിൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. എന്താണേലും അദ്ദേഹത്തെ ഇന്നും നല്ല ലെവലിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലീസും കുട്ടികളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച രീതിയിലാണ് ഇന്നത്തെ കളക്ഷൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെക്കാളും മികച്ച രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ 40 ലക്ഷം രൂപയൊക്കെ ഇന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു കോളടിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്. എന്തായാലും നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഗ്രേറ്റ് മീഡിയാസ്.